ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ഡ്രിങ്കാണ്. അപ്പോൾ നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഏകദേശം ഇപ്പോൾ ഒരു 1 മന്ത് ആകാറായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ കുറേ ദിവസം ക്വാറൻറ്റൈനിലായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് പോസിറ്റീവായിരുന്നു, കോവിഡായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും വീട്ടിലുള്ളവരെല്ലാവരും ക്വാറൻറ്റൈനിലായിരുന്നു. അപ്പോൾ ഞാൻ കുടിച്ചിരുന്ന ഒരു ഡ്രിങ്ക് ഒരു വെള്ളമാണ്. അപ്പം അത് ഒരുപാട് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ഹെൽത്ത് ബെനഫിറ്റ്സ് ഉള്ള ഒരു ഡ്രിങ്കാണ്. അപ്പം ഈ ഒരു ഡ്രിങ്ക് കുടിച്ചുകൊണ്ടിരുന്നപ്പം എനിക്കുണ്ടായ ഒരു പ്രശ്നം എന്ന് പറയുന്നത് വളരെയധികം വിശപ്പ് ഇല്ലാതാക്കാനായിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒരു ഡ്രിങ്കാണ്. പക്ഷേ ആ സമയത്ത് നമ്മൾ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കണം. അപ്പം എന്തൊക്കെ ശ്രമിച്ചിട്ടും ഭക്ഷണം കഴിക്കാൻ അങ്ങോട്ട് പറ്റുന്നേയില്ല, വിശപ്പേ ഇല്ല. അപ്പം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഈ വെള്ളം കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് അത്ര ഒന്നും തോന്നിയില്ല സത്യം പറഞ്ഞാൽ. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് മനസ്സിലായത് ഈ വെള്ളം കുടിക്കുന്നതിൻ്റെയാണ്. അതെപ്പോൾ സ്റ്റോപ്പ് ചെയ്തു അതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ വിശപ്പ് ഉണ്ടാകാൻ തുടങ്ങിയത്. അപ്പോൾ നമുക്ക് ത്രൂ ഔട്ട് ദ ഡേയിൽ വളരെ സേഫായിട്ട് കുടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്ക് നമ്മുടെ വിശപ്പിനെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാനും, അതുപോലെ എനിക്ക് നല്ല ക്ഷീണം, ഞാൻ പെട്ടെന്ന് 2-3 ദിവസം കൂടെ നന്നായിട്ട് ക്ഷീണിച്ചു പോയി. നന്നായിട്ട് വെയിറ്റൊക്കെ കുറഞ്ഞതു, മുഖമൊക്കെ നന്നായിട്ട് ക്ഷീണിച്ചു. അപ്പം എന്താണെന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോഴാണ് ഈ ഡ്രിങ്ക് കുടിക്കുന്നതിൻ്റെ ആണല്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡ്രിങ്കിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശപ്പ് കെടുമെന്നുണ്ടെങ്കിലും നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും ഒക്കെ ഒരുപാട് സഹായിക്കുന്ന ഒരു ഡ്രിങ്ക് കൂടിയാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് നമ്മുടെ നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ മാത്രം ചേർത്തിട്ട് നമ്മൾ കുടിക്കുന്ന ഒരു ഡ്രിങ്കാണ്. ഇപ്പം ഈ ക്വാറൻറ്റൈനിലൊക്കെ ഇരുന്നവർക്കൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അറിയാവുന്നൊരു ഡ്രിങ്ക് കൂടിയായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമുക്ക് സേഫായിട്ട് നമുക്ക് വീട്ടിൽ കുടിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക്, അതായത് നമുക്ക് ത്രൂ ഔട്ട് ദ ഡേയിൽ നമുക്ക് ഒരു ദിവസം മൊത്തം നമ്മൾ സാധാരണ വെള്ളം കുടിക്കുന്നത് പോലെ കുടിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ്. അപ്പോൾ ഇതിന് നമുക്കൊരു 3 സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകണം. പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതിൻ്റെ അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പം ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് കണക്കും കാര്യങ്ങളും ഒന്നും ഞാൻ എനിക്ക് പറയുന്നില്ല. നിങ്ങൾക്ക് എന്തോരം വെള്ളം നിങ്ങൾ ഒരു ദിവസം കുടിക്കുന്ന 2 ലിറ്ററോ 3 ലിറ്ററോ 4 ലിറ്ററോ വെള്ളം ആയിക്കോട്ടെ, ആ വെള്ളം എടുക്കുക. ആ വെള്ളത്തിലേക്ക് നിങ്ങൾ കുറച്ച് മഞ്ഞൾ, ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണക്കിയ മഞ്ഞളായിരുന്നു. ആ മഞ്ഞൾ ഞാൻ വെള്ളത്തിലേക്കിടും. അതേപോലെ തന്നെ ഞാനൊരു 4-5 ലിറ്റർ വെള്ളമാണ് തിളപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിലേക്ക് അത്യാവശ്യം ഒരു അര കൈ അല്ലെങ്കിൽ അരപ്പിടി മഞ്ഞളിടുമായിരുന്നു. അതിലേക്ക് ഒരു നല്ല വലിയ കഷ്ണം ഒരു ഇഞ്ചി ചേർക്കുന്നുണ്ടായിരുന്നു. അതേപോലെ 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ വരെ നല്ല ജീരകം, അഥവാ നമ്മുടെ ക്യുമിൻ സീഡ്സ്, നമ്മൾ സാധാരണ കറിയൊക്കെ വെക്കുന്ന ജീരകം, അതും കൂടെ ചേർക്കും. ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് വെള്ളം വെട്ടി തിളപ്പിച്ച ശേഷം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് അടച്ച് വെച്ച് നമ്മൾ സാധാരണ നോർമൽ വെള്ളം കുടിക്കുന്നത് പോലെ തന്നെ നമുക്കിത് കുടിക്കാം. അപ്പോൾ ഈ ഒരു വെള്ളം കുടിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വിശപ്പ് നന്നായിട്ട് കൺട്രോളാവും. അതുപോലെ നമുക്ക് ക്ഷീണിക്കാനായിട്ടും ഒക്കെ പറ്റും. പക്ഷേ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അപ്പോൾ ഈ ഒരു വെള്ളം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ കുറച്ച് നേരം ഇതിൻ്റെ സത്തെല്ലാം ഇറങ്ങണമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെള്ളം ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ താല്പര്യം ഉണ്ട്, നിങ്ങളിത് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തലേ ദിവസം രാത്രിയിൽ നിങ്ങൾ കിടക്കുന്നതിന് മുമ്പായിട്ട് ഈ വെള്ളം തിളപ്പിച്ചിടുക. അപ്പോൾ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ഈ മഞ്ഞളെല്ലാം ആ വെള്ളത്തിലേക്ക് ഇറങ്ങി ആ വെള്ളത്തിൻ്റെ കളറും മാറും. അതുപോലെ തന്നെ നമ്മൾ കുടിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ എല്ലാം ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും. അങ്ങനെയാണ് ഇത് ശരിക്കും കുടിക്കേണ്ടത്. പക്ഷേ ഇതിലേക്ക് നാരങ്ങയോ തേങ്ങയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാരണ നോർമൽ വാട്ടർ കുടിക്കുന്ന പോലെ തന്നെ വേണം ഇത് കുടിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ഒരു ടേസ്റ്റിലൊന്നും യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ നാരങ്ങയൊക്കെ ചേർക്കുമ്പോൾ ഒരു പുളി കാരണം നമുക്ക് കുടിക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ഇത് അങ്ങനെ ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ട് നമ്മൾ സാധാരണ നോർമൽ വാട്ടർ കുടിക്കുന്ന പോലെ തന്നെ നമുക്ക് കുടിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞത് തലേദിവസം, അപ്പോൾ ഈ മഞ്ഞളൊക്കെ നമ്മൾ ഉണക്കിയ മഞ്ഞളായതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് വെന്ത് നന്നായിട്ട് കുതിർന്ന് അതിൻ്റെ ആ ഒരു കളറും ഗുണങ്ങളും എല്ലാം ഈ വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞാൽ കുറച്ച് ആവശ്യത്തിന് വെള്ളം എടുക്കുക, അതിൽ ഇഞ്ചി, മഞ്ഞൾ,
അതേപോലെ ജീരകം. ഇത് 3 വെയിറ്റ് ലോസ് ഒരുപാട് സഹായിക്കുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതെല്ലാം ബെനിഫിറ്റ്സ് അറിയാം. അപ്പോൾ അതുകൊണ്ട് എടുത്തെടുത്ത് ഓരോന്നിൻ്റെ ബെനിഫിറ്റ്സ് ഒന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇത് എല്ലാം ഇട്ട് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ വിശപ്പ് നന്നായിട്ട് കൺട്രോൾ ചെയ്യാനും നിങ്ങൾക്ക് മെലിയാനും ഹെൽത്തി ആയിട്ടിരിക്കാനും. പിന്നെ മഞ്ഞൾ ചേർക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തത് നന്നായിട്ട് കളറ് നമ്മുടെ സ്കിൻ ടോണ് മാറി വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കളർ വെക്കാനും നമ്മുടെ സ്കിന്നിനും നമ്മുടെ ഹെൽത്തിനും നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസ് എല്ലാം റിമൂവ് ചെയ്യാനും ഒക്കെ ഈ വെള്ളം സഹായിക്കുന്നു. മഞ്ഞൾ ആൻറ്റി ബാക്ടീരിയൽ ആണല്ലോ, അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന കാര്യത്തിൽ 100% ഉറപ്പാണ്. നിങ്ങൾ 5 days എങ്കിലും കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാകുന്നതായിരിക്കും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും റിസൾട്ട് അറിയിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.